പീപ്പിൾസ് അക്കാഡമി. ഇന്ന് നമ്മൾ നോക്കുന്നത് എസുമിൻ്റെ അടുത്ത വീക്കിലേക്കുള്ള ടോപ്പിക്കുകളാണ്. നമുക്ക് ആദ്യമായി ടോപ്പിക്കിലേക്ക് പോവാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവും ഗാന്ധിജിയും എന്നാണ് ഒന്നാമത്തെ ഭാഗം. നമ്മൾ രണ്ടാമത് നോക്കുന്നത് വർത്തമാന പത്രങ്ങൾ, അടുത്ത് നോക്കുന്നത് സമുദ്രവും സമുദ്ര ചലനങ്ങളും, അടുത്ത ഭരണ സംവിധാനം ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, അടുത്ത അന്തർശ്രാവ്യ വ്യവസ്ഥ, അടുത്ത ലായനികൾ എന്ന ഭാഗം. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീക്കിൽ വിട്ടുപോയിട്ട കാര്യങ്ങളും ഈ വീക്കിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത ഭാഗം നോക്കാം. അടുത്ത ഏതൊക്കെയാണ് വരുന്നത് നോക്കാം. ഭരണഘടനാ സ്ഥാപനങ്ങളും അവയുടെ പ്രവർത്തനവും. ആ ഭരണഘടനാ സ്ഥാപനങ്ങളും അവയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് SCERT ക്ലാസ്സിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ടോപ്പിക്കുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാലും ഭരണഘടനയും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തും. അടുത്ത കേരളത്തിലെ നദികൾ. കേരളത്തിൻ്റെ ജോഗ്രഫിയിലെ കുറച്ച് കാര്യങ്ങൾ മിസ്സിംഗ് ഉണ്ട്, അതും കൂടെ ഉൾപ്പെടുത്തും. അതുപോലെ തന്നെ കേരളത്തിലെ നദികൾ. അടുത്ത ഭരണഘടനാ ഭേദഗതികൾ. കുറേ ഭേദഗതികളുണ്ട്, പ്രധാനപ്പെട്ട ഭേദഗതികൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ആ ഭേദഗതികൾ ഉൾപ്പെടുത്തും. ഇന്ത്യൻ നദികൾ കുറച്ച് വേസ്റ്റ് എന്താ പറയുക, കുറച്ച് ഏരിയ കവർ ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഉൾപ്പെടുത്തും. അടുത്ത ജീവിതശൈലി രോഗങ്ങൾ, ഇതിൽ നിന്ന് ചോദ്യങ്ങളുണ്ട്, അപ്പോൾ അത് ഉൾപ്പെടുത്തും. ലിസ്റ്റുകൾ, ഭരണഘടനയുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് ലിസ്റ്റുകൾ. അടുത്ത വനം, വന്യജീവിയും പക്ഷി സങ്കേതവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്, ഇതും നമ്മൾ ഉൾപ്പെടുത്തും. അടുത്ത് വരുന്നത് ശ്രദ്ധിക്കുക, സംയുക്ത ലോഹങ്ങൾ, അതുപോലെ തന്നെ ലോഹങ്ങൾ എന്ന ഭാഗം. അടുത്ത ഔദ്യോഗിക ഭാഷയും പ്രാദേശിക ഭാഷയും ഭരണഘടനയുമായി ബന്ധപ്പെട്ട് വരുന്ന. അടുത്ത തണ്ണീർത്തടങ്ങൾ, ദുരന്ത നിവാരണം, ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, ഭാഗങ്ങൾ. അതുപോലെ തന്നെ ഇന്ത്യ വന്യജീവി സങ്കേതങ്ങൾ എന്ന ഭാഗം ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. അടുത്ത ഉപദ്വീപീയ പീഠഭൂമി എന്ന ഭാഗം. അതുപോലെ UNOയുമായി ബന്ധപ്പെട്ട് വരുന്ന അവരുടെ സംഘടനകളും മറ്റു വിവരങ്ങളും ഉൾപ്പെടുത്തും. അടുത്ത ഭാഗം നോക്കാം. അടുത്ത ഭാഗം ചൈനീസ് വിപ്ലവങ്ങളിൽ നമ്മൾ നോക്കിയിട്ടുണ്ട്. റഷ്യൻ വിപ്ലവമൊക്കെ നോക്കിയിട്ടുണ്ട്, അമേരിക്കൻ വിപ്ലവം നോക്കിയിട്ടുണ്ട്. ഇനി അടുത്ത ചൈനീസ് വിപ്ലവമാണ്. അടുത്ത ഇന്ത്യൻ വ്യവസായം, ഇന്ത്യൻ ഊർജ്ജ രംഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇന്ത്യൻ ഋതുക്കൾ, അതുപോലെ തന്നെ ഇന്ത്യയിലെ കാർഷിക വിളകൾ, അതുപോലെ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, അതായത് MS സ്വാമിനാഥനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ബാക്കി മാറ്റങ്ങൾ, ഇന്ത്യൻ കാർഷിക വിളകൾ ഏതൊക്കെയാണ്, അതിൻ്റെ വെറൈറ്റികൾ, അതുപോലെ തന്നെ കൃഷി രീതികൾ, ഖാരിഫ് വിളകൾ, സെയ്ത് വിളകൾ, ഇതെല്ലാം നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താം. അടുത്ത കെമിസ്ട്രിയുടെ ഭാഗത്ത് ആവർത്തന പട്ടിക. അത് മലയാള ഭാഗത്തു നിന്നാണ്. എഴുത്തുകാരും കഴിഞ്ഞ വീക്കിൽ വരേണ്ടതാണ്, അത് നമുക്ക് ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല. അടുത്ത പാർലമെന്ററി സംവിധാനവുമായി ബന്ധപ്പെട്ട്, പാർലമെന്ററി സംവിധാനം, ലോക്സഭ, രാജ്യസഭ, അതുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ. അടുത്ത പ്രവൃത്തി, പവർ, ഊർജം ഭാഗമായിട്ട് ബന്ധപ്പെട്ട് സയൻസിന്റെ ഭാഗത്തുനിന്ന്. STSC കമ്മീഷന്റെ ഭാഗത്ത് നമ്മൾ പറഞ്ഞിരുന്നു. SCERT ടെക്സ്റ്റ് ബുക്കിൽ ഇതിന് നമ്മൾ വിശദമായിട്ട് ഇതിനെ ഡിസ്കസ് ചെയ്തിരുന്നു, എന്നാലും ഇതിന് പ്രത്യേകം ഒരു ക്ലാസ് ആയിട്ട് തന്നെ ഉൾപ്പെടുത്തും. അടുത്ത ഇന്ത്യൻ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. ഒത്തിരി വാസ്റ്റ് ഏരി വരുന്നതാണ് ഇത് സാമൂഹിക പ്രസ്ഥാനം എന്ന് പറയുന്നത്, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ ഉൾപ്പെടുത്തും. അടുത്ത ഇന്ത്യ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷമുള്ള വിവരങ്ങൾ, ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട കമ്മീഷനുകൾ, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എത്ര സംസ്ഥാനങ്ങളുണ്ടായിരുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ, അതുമായിട്ടുള്ള വിവരങ്ങൾ. അടുത്ത പുതിൻ സാമ്പത്തിക നയം അഥവാ NEP, അഥവാ ധനകാര്യ സ്ഥാപനങ്ങൾ, ബാങ്ക് ദേശസാൽക്കരണം, അതുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ. നീതിന്യായം, കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്തുനിന്ന് നീതിന്യായം. അടുത്ത സയൻസ് ഭാഗത്തുനിന്ന് ആഗോളതാപം, ആഗോള പ്രശ്നങ്ങൾ എന്ന ഭാഗം. അടുത്ത മാത്സിന്റെ ഭാഗത്ത് പോകാണ്. ക്ലോക്ക് സമയവും പ്രതിബിംബവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ ക്ലോക്കിലെ സമയവും കോണളവും, ഇത് രണ്ട് പ്രധാനപ്പെട്ടതാണ്. അടുത്ത ശ്രേണികളും അക്ഷരശ്രേണികളും നമുക്ക് നോക്കാം. സ്ഥാനനിർണയ ചോദ്യങ്ങളുണ്ട്, അത് നോക്കാം. ജാമിതീയ രൂപങ്ങളും മറ്റു വിവരങ്ങളും നോക്കാം. സമാന ബന്ധങ്ങൾ നോക്കാം. സംഖ്യാ അവലോകന പ്രശ്നങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ശ്രദ്ധിക്കാം, ഈ മാത്സിന്റെ ക്ലാസ്സുകൾ പരമാവധി നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ഈ അല്ലാതെ G ക്ലാസ് ചെയ്ത് വരുമ്പോൾ ടൈം ലഭിക്കാത്തത് കൊണ്ടാണ് അത് ഉൾപ്പെടുത്താൻ കഴിയാത്തത്. എന്നാലും പരമാവധി നമ്മൾ ശ്രമിക്കുന്നുണ്ട്. എക്സാമിന് മുമ്പ് ഈ ക്ലാസ്സുകളെല്ലാം ഉൾപ്പെടുത്തും. അതിനുള്ള പർട്ടിക്കുലർ ടൈം ടേബിൾ ആണ് നമുക്ക് തരുന്നത്, അപ്പോൾ അതുകൊണ്ട് എന്തായാലും നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയും. അടുത്ത ഇംഗ്ലീഷിന്റെ ഭാഗത്തുനിന്ന് എഗ്രിമെന്റ് ഓഫ് സബ്ജക്റ്റ് ആൻഡ് വെർബ്, എക്സ്പാൻഷൻ ആൻഡ് മീനിങ് ഓഫ് ദ കോമൺ അബ്രിവിയേഷൻ. അടുത്ത സിംഗുലർ ആൻഡ് പ്ലൂറൽ, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, ആന്റോണിയം, സിനോണിയം. ഇപ്പോൾ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനും ആന്റോണിയം നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒറ്റ വീഡിയോ ആയിട്ടാണ് ഇംഗ്ലീഷിന്റെ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളും അതിനകത്ത് നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയുന്ന എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു ഷോർട്സ്
പഠിക്കുന്ന രീതിയിലുള്ള ഷോർട്സ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാനുള്ള ഷോർട്സും കൂടെ ചെയ്യുന്നുണ്ട് ഇംഗ്ലീഷിൽ. അതുപോലെ തന്നെ ഷോർട്സും ഇംഗ്ലീഷിൽ മാത്സിനും അതുപോലെ തന്നെ ഷോർട്സുകളാണ് ഏറ്റവും കൂടുതൽ ചെയ്തു വരുന്നത്. അപ്പോൾ നിങ്ങൾ അതും കൂടെ ഒന്ന് ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ അല്ലെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാത്തവർ അത് ലൈക്കും കൂടി ചെയ്യാം, കമൻറ്റും കൂടി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു ഭാഗമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ അതിൻ്റെ ക്ലാസ്സുകൾക്ക് വേണ്ടി ചാനൽ ഫോളോ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.